കിഡു ആംബിയൻസ്, നല്ല തണുപ്പുണ്ട്. മൂന്നാർ കഴിഞ്ഞിട്ട് വട്ടവട എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ഒരു ഔട്ട്ഡോർ ഷൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പേരെന്താണ്? എത്ര നാളായി? ഇത് 2 വർഷമായി. 2 വർഷമായിട്ട് തുടങ്ങി. ഇതുകൊണ്ട് എന്തൊക്കെയാ ചെയ്യുന്നത്? ഓക്കെ. ഇത് ആയി വരാനായിട്ട് എത്ര സമയം എടുക്കും? ചെടി നട്ടിട്ട് എത്ര നാൾ കൊണ്ടാണ് സ്ട്രോബെറി കാ വന്നു തുടങ്ങുന്നത്? 2 മാസം കൊണ്ട് കാ വന്നു തുടങ്ങും. പിന്നെ കാ വന്നിട്ട് ഇതേപോലത്തെ ഈ സ്റ്റേജിലൊക്കെ ആവണമെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇതേപോലെ പഴുത്ത് പാകമായിട്ട് എടുക്കും. ഇവിടെ വന്നിട്ടാണ് ആൾക്കാർ മേടിക്കുന്നത്. ശരി ശരി. ഇത് റെഡി ആവുന്നത് ഇവിടെ വന്ന് തന്നെ ചൂടോടുകൂടി തന്നെ? ശരി ശരി. ഓക്കെ. അപ്പം ഞങ്ങള് ഇത് വെച്ചിട്ട് ഞങ്ങളൊരു കുൽഫി ഉണ്ടാക്കാനുള്ള പരിപാടി, സ്ട്രോബെറി കുൽഫി. അപ്പൊ ഇതിന് നമുക്കിത് നിറച്ചു സർപ്രൈസ് ഡിഷ്. യെസ്. അപ്പൊ നമുക്ക് കുറച്ച് പറിച്ചു തരാമോ? എല്ലാവർക്കും നമസ്കാരം. മൂന്നാർ വട്ടവട ഡ്രീം വാലി റിസോർട്ടിന് അടുത്തുള്ള രേഖയുടെ ഫാമിൽ നിന്നും കളക്ട് ചെയ്ത സ്ട്രോബെറി വെച്ചിട്ട് അടിപൊളി ഒരു കുൽഫി. അമ്മമാരെ കൊണ്ട് പറഞ്ഞ് സ്ട്രോബെറി ഒക്കെ എല്ലായിടത്തും അവൈലബിൾ ആണ്, പറഞ്ഞ് ഉണ്ടാക്കിക്കണം. ഓക്കെ. നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറോ ഒന്നും ചേർക്കാതെ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്യുവർ നാച്ചുറൽ ആൻഡ് ഹെൽത്തി. അടിപൊളി ടേസ്റ്റ് ആണ്, സിമ്പിൾ ആണ്. അതിന് വേണ്ടത് ഒരു 20 സ്ട്രോബെറി, നമ്മൾ ഫാമിൽ നിന്ന് എടുത്ത സ്ട്രോബെറി കട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു പാനിലിട്ടിട്ട് നമുക്ക് ചൂടാക്കാം. ഈ പാല് തിളപ്പിക്കാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഷുഗർ കൂടെ ആഡ് ചെയ്യാം. നമ്മൾ എടുത്ത ഷുഗർ ഒരു 3 സ്പൂൺ മതി അല്ലേ? ഇതേ സമയം തന്നെ നമുക്ക് പാലും സൈഡിൽ തിളപ്പിക്കാൻ വയ്ക്കാം. 1 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കുക്ക് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരു 1/2 ലിറ്ററോളം ആക്കണം. സ്ട്രോബെറി നന്നായിട്ട് കുക്ക് ആവുന്നുണ്ട്. യെസ്. നന്നായി സോഫ്റ്റ് ആയിട്ട് ഇതിനെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കും. പാലിനെ റിഡക്ഷൻ ചെയ്തിട്ട് നേരെ പകുതിയാക്കും. പിന്നെ അതിലേക്ക് ക്രീമും കൂടി മിക്സ് ചെയ്യുന്നു. നന്നായിട്ട് ഒരു 200 ml മിൽക്ക് ക്രീമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. സ്ട്രോബെറി പഞ്ചസാരയും വേവുമ്പോൾ സ്ട്രോബെറിയുടെ ഫ്ലേവർ ശരിക്കും വരുന്നുണ്ട്. ഇതൊരു 15-20 മിനിറ്റ് എടുക്കും ഒന്ന്. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. നമുക്കിത് ഒരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഓക്കെ. അപ്പോഴേക്കും നമ്മൾ പാലെന്ത് ചെയ്യാം, റെഡ്യൂസ് ആയിക്കോട്ടെ. അപ്പം നമ്മുടെ പാല് ഓൾറെഡി റെഡ്യൂസ് ആയി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 200 ml ക്രീം മിക്സ് ചെയ്യാം. പാലിൻ്റെ തിക്നെസ് കണ്ടില്ലായിരുന്നു. അതിലേക്ക് ഒരു നുള്ള് ഏലക്ക പൊടിച്ചത്. ജസ്റ്റ് ആ ഫ്ലേവർ, കുൽഫിയിലേക്ക് നമുക്ക് ഏലക്കായുടെ ഫ്ലേവർ കിട്ടുമല്ലോ. ഒരുപാട് ചേർത്താൽ സ്ട്രോബെറിയുടെ ഫ്ലേവർ പോകും. അപ്പം ഒരു നുള്ള്. ഓക്കെ. അപ്പം നമ്മുടെ സ്ട്രോബെറി ഓൾറെഡി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പാല് തിളപ്പിച്ചു, റെഡ്യൂസ് ചെയ്തു, ക്രീം ഒഴിച്ചു, ഏലക്കായ ഒഴിച്ചു. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. എന്നിട്ട് നേരെ കുൽഫി മോൾഡിലേക്ക് മാറ്റാം. അപ്പം സ്ട്രോബെറി ഷുഗർ ഇട്ടിട്ട് കുക്ക് ചെയ്തു. പാലിലെ 1 ലിറ്ററിന് 1/2 ലിറ്റർ ആക്കി മാറ്റി. അതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചു. ഇനി നമ്മളുടെ സ്ട്രോബെറിനെ നമ്മൾ ആ ശരിക്കും മിക്സിയിൽ അടിച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തതാണിത്. ഇത് തണുത്തതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പാല് തിളപ്പിച്ച ശേഷം തണുപ്പിക്കുക. തണുപ്പിച്ച ശേഷം നമുക്ക് മിക്സ് ചെയ്യാം. നാച്ചുറൽ കുൽഫി മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മോൾഡിലേക്ക് മാറ്റിയിട്ട് അത് ഫ്രീസറിൽ വെക്കാം. ഒരു മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കണം. നമുക്ക് ഇത് ഒരു അലൂമിനിയം ഫോയിലല്ലേ, അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുക. കാരണം നമുക്ക് സ്റ്റിക്ക് കൂടെ ഇതിനകത്ത് വയ്ക്കാനുള്ളതാണ്. യെസ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളുടെ സ്ട്രോബെറി കുൽഫി റെഡി. ഇതിനൊരു 8 മണിക്കൂർ
ഫ്രീസറിൽ വയ്ക്കുക. ആവശ്യത്തിനനുസരിച്ചിട്ട് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് എൻജോയ് ചെയ്ത് കഴിക്കാം. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. നാച്ചുറൽ, ഓക്കെ, നോ ആർട്ടിഫിഷ്യൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.